കഴിഞ്ഞ വീഡിയോയിൽ വൈഷ്ണോദേവി യാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തത്. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ദയവായി അത് കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. നമ്മുടെ ഈ യാത്ര ന്യൂഡൽഹിയിൽ നിന്ന് കട്ടര വരെയാണ്. അപ്പം ഞങ്ങൾ 14 അംഗങ്ങളുള്ള സംഘം മെട്രോയിലാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണത്. അവിടുന്ന് 11:45-നാണ് ട്രെയിൻ. ഇപ്പോൾ സമയം 9:45. ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ലുധിയാന, ജലന്ധർ, പഠാൻകോട്ട്, ജമ്മു, ഉദ്ധംപൂർ വഴിയാണ് കട്ടറയിലേക്ക് പോണത്. അതുപോലെ തന്നെ 16.5 മണിക്കൂറാണ് ഈ ട്രെയിനിൻ്റെ യാത്ര. 592 കിലോമീറ്ററാണ് ദൂരം. ട്രെയിൻ സമയത്തിന് തന്നെയായിരുന്നു. എല്ലാവരും അവനവൻ്റെ സീറ്റും പിടിച്ച് ഇരിപ്പായി. എന്താ വെച്ചാൽ രാത്രി 11:45, 12 മണിയായി. ഇപ്പം എല്ലാവരും ഉറങ്ങേണ്ട ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ കിടന്നുറങ്ങി. ട്രെയിനിൽ കഴിക്കാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ ഇഡ്ഡലി, അതുമാതിരി ഉള്ളിച്ചമ്മന്തി, ഇഡ്ഡലി പൊടി, ഇങ്ങനെയുള്ള ഐറ്റംസാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇതിൽ സ്പെഷ്യൽ ട്രെയിൻ ആവുക കാരണം പാൻട്രി കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചായ കാപ്പിയൊന്നും വരുന്നില്ല. അംബിക മുൻകരുതലായിട്ട് ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഉണ്ടായിരുന്നു. പിന്നെ കാപ്പിപ്പൊടി, പഞ്ചസാരയൊക്കെ കൊണ്ടുവന്ന കാരണം ഞങ്ങൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു. ഞങ്ങൾ 2 ഫാമിലി ഒരു സ്ഥലത്തും, അതുപോലെ 2 ഫാമിലി 2-3 ബോഗി അപ്പുറത്തുമാണ്, കുറച്ച് ദൂരെയാണ് കിട്ടിയേക്കണത്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അവരുമായിട്ട് സംസാരിക്കാൻ അവിടെ പോയതാണ്. പിള്ളേരെ ഞങ്ങളുടെ ലഗേജൊക്കെ ഏൽപ്പിച്ച് ഞങ്ങളെല്ലാവരും അവിടെ പോയിരുന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു വന്നു. ഈ ട്രെയിൻ യാത്രയിൽ നമുക്ക് ചെറുതും വലുതായിട്ടുള്ള പല നദികളും കാണാൻ പറ്റും. സർദാൻ നദി, അതുമാതിരി വ്യാസ് നദി, അതുമാതിരി ടെങ്കിരി, ഇങ്ങനെ 2-3 നദികളൊക്കെ കടന്നു പോകുന്നുണ്ട് ഈ റൂട്ട് കൂടെ. ഇപ്പം നമ്മൾ പഠാൻകോട്ട് എന്ന സ്ഥലത്തുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് പഞ്ചാബിലാണ് ഉള്ളത്. ഹിമാചൽ പ്രദേശും ജമ്മു, പഞ്ചാബ്, ഈ 3 സ്റ്റേറ്റുകളുടെയും അതിർത്തി കൂടിയാണ് പഠാൻകോട്ട്. പാകിസ്ഥാനായി അടുത്ത് കിടക്കുന്നതിനാൽ തന്നെ മിലിറ്ററി ക്യാമ്പുള്ള സ്ഥലം കൂടിയാണ് ഇത്. വഴിക്കൊക്കെ നിറച്ച് മിലിറ്ററി ബേസ് അവരുടെ വണ്ടികളും ടാങ്കുകളും ഒക്കെ ആയിട്ട് നല്ല കാഴ്ചകളായിരുന്നു. പക്ഷെ അതൊന്നും പകർത്താൻ പറ്റിയില്ല. രാവിലെ തൊട്ടേ ട്രെയിൻ ഇത്തിരി ഡിലേ ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പെഷ്യൽ ട്രെയിൻ ആവുക കാരണം പല വണ്ടികൾക്കും റൂട്ട് ക്ലിയർ ചെയ്ത് പോയി. അതങ്ങനെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അംബിക ഇടയ്ക്കൊരു മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ അംബികയുടെ മൂളിപ്പാട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ വിരസതയൊക്കെ മാറ്റാൻ വേണ്ടി ഓരോ പാട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് അംബിക പാടി തരുന്നുണ്ട്. സർദാൻ നദിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതിലൊക്കെ വെള്ളം കുറവാണ് കേട്ടോ. എല്ലാ നദികളിലും ഇവിടെയൊക്കെ വെള്ളം കുറവായിട്ടാണ് കാണുന്നത്. ഈ ട്രെയിനിൽ വെള്ളം, ചായ, കാപ്പി, ഭക്ഷണങ്ങളൊന്നും വരുന്നില്ല. എന്താ വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പോൾ ഞങ്ങൾ കയ്യിൽ കരുതിയ വെള്ളമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അരുൺ സ്റ്റേഷനിൽ ഇറങ്ങി വെള്ളം വാങ്ങാൻ വേണ്ടി. അപ്പോൾ UPI ഇല്ല എന്നാണ് പറയണത്. അങ്ങനെ പൈസ കൊടുത്ത് വെള്ളം വാങ്ങി. ആ വെള്ളമാണ് ഇവിടെ അവരെടുത്ത് കാണിക്കുന്നത്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഓരോ പൊതി നാരങ്ങച്ചോറും കൂടി കരുതിയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ലേറ്റ് ആയാൽ നമുക്ക് കഴിക്കാമല്ലോ. പറഞ്ഞ പോലെ തന്നെ 2-3 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ആ നാരങ്ങച്ചോറ് എല്ലാവരും കൂടി, പിന്നെ ഇഡ്ഡലി ബാക്കിയുള്ളതോ എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്തു ഉച്ചയ്ക്ക്. പഠാൻകോട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന സ്റ്റേഷനാണ് ജമ്മു. ഇനി ജമ്മു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ ഉദ്ധംപൂരാണ്. ഇപ്പോൾ ജമ്മുവിലൊക്കെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജമ്മു വിട്ട് ട്രെയിൻ ഉദ്ധംപൂരിലേക്ക് കയറി തുടങ്ങി. 2-3 മണിക്കൂർ ഓൾറെഡി ലേറ്റാണ് വണ്ടി. ഇത് സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പല വണ്ടികൾക്കും റൂട്ട് ക്ലിയർ ചെയ്ത്
വന്നിട്ടാണ് ഇത് ഇത്രയും ഡിലേ ആവണത്. ഇവിടെയൊക്കെ 2-3 ബൈക്കുകളൊക്കെ ഇരിക്കുന്നതാണ്. ഇതൊക്കെ ഓരോ ദിക്കുന്ന് പാഴ്സൽ വന്നിട്ട് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ്. നിറയെ ബൈക്ക് ഇരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളുടെ വൈഷ്ണോദേവി കട്ടര എപ്പോൾ എത്തും എന്നുള്ള ചിന്തയിലാണ്. ഓരോരുത്തരതേ ഗുഡ്സ് അവിടുന്ന് പാഴ്സലുകളൊക്കെ ഇറക്കുന്നു. അധികം തിരക്കൊന്നുമില്ലാത്ത സ്റ്റേഷനാണ് ഇവിടേക്ക്. ഇനി കാഴ്ചകൾ കുറച്ച് മാറാൻ പോവുകയാണ്. അതായത് ഇനി ട്രെയിൻ പോണത് മലകൾക്ക് മുകളിലൂടെയും തുരങ്കങ്ങൾക്കിടയിലൂടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന മലകളൊക്കെ ഹിമാലയൻ തന്നെയാണ്. പല ചെറുനദികളും ഇതിനിടയിൽ കടന്നു പോകുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യം ഈ വൈഷ്ണോദേവി യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് 14 പേരായിട്ടുള്ള ഒരു യാത്ര ചെയ്യുന്നത്. അതും നമുക്ക് അടുത്തറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സ്, അവരുടെ മക്കള് എല്ലാം കൂടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ ഏജ് ഗ്രൂപ്പിനുള്ള ആൾക്കാരുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്ത ഒരു ട്രിപ്പും കൂടിയാണ്. പിന്നെ അച്ഛനും അമ്മയായിട്ട് വന്ന ഒരു ട്രിപ്പുണ്ട്. അതും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അവർ നല്ല രീതിയിൽ തന്നെ ഒരു കുഴപ്പവും, അതായത് അവർക്ക് ശാരീരിക അസ്വസ്ഥതകളൊന്നും ഇല്ലാണ്ട് തന്നെ മല കയറാനും തൊഴാനും ഒക്കെ സാധിച്ചു. അങ്ങനെ പല അനുഭവങ്ങളാണ് പല യാത്രകളിലും നമുക്ക് തരണത്. എല്ലാം നല്ല നല്ല അനുഭവങ്ങളായിരുന്നു. അപ്പോൾ ഈ യാത്രയും അതുപോലെ തന്നെ നല്ലൊരു അനുഭവമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല നല്ല കാഴ്ചകൾ ഈ ജമ്മു പ്രദേശത്തേക്ക് എത്തുമ്പോൾ തന്നെ നല്ല മലകളും അതുമാതിരി പുഴകളും ചെറിയ നദികളൊക്കെ ആയിട്ട് നല്ല കാഴ്ചകളാണ് ഇവിടേക്ക് ഒരുക്കണത്. മലയുടെ മുകളിൽ കൂടെ പോകുന്ന ആ ഒരു യാത്ര വേറൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ നല്ലോണം ആസ്വദിക്കാൻ പറ്റിയ ഒരു ട്രിപ്പാണത്. ജമ്മു സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി. ട്രെയിൻ കുറച്ച് കാലിയായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് സീറ്റ് ഒഴിവുള്ള കാരണം ബാക്കി 2 ഫാമിലിയും കൂടി ഞങ്ങളെ കൂടെ ചേർന്നു. അപ്പോൾ ഞങ്ങൾ 14 പേര് ഇപ്പോൾ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ കഥകളും വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഭംഗിയൊക്കെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ സന്തോഷിച്ച് കട്ടറയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാവരും നല്ല എക്സൈറ്റ്മെന്റിലാണ്. കട്ടര വൈഷ്ണോദേവി യാത്രയെ പറ്റിയിട്ടുള്ള ചർച്ചയും ഭാവി പരിപാടികളൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. 3 മണിക്കൂർ ലേറ്റായിട്ട് ഞങ്ങൾ അങ്ങനെ കട്ടറയിൽ എത്തിച്ചേർന്നു. ഇനി അടുത്ത വീഡിയോയിൽ കട്ടറയിലുള്ള വൈഷ്ണോദേവി യാത്രയുടെ രജിസ്ട്രേഷനും മലകയറ്റുമാണ്. ആ വിവരണങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.